ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയിലെ ഗ്രൂപ്പ് തിയറി എന്നൊരു ടോപ്പിക്കാണ് നോക്കാനുള്ളത്. ഇപ്പം ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇനോർഗാനിക് ഒക്കെ പഠിക്കുന്ന പോലെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുകയില്ല. ഇത് കുറച്ചൊന്ന് നമ്മുടെ ഒരു ഇമാജിനേഷൻ ആ ഒരു ലെവല് ഇവിടെ പോണം. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണെങ്കിലും ഇതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഇതല്ലെങ്കിൽ വേറെ ഒരു ടോപ്പിക്കിന്റെ ഇടയിലായിട്ട് ഈ ഒരു വരാറുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബേസിക്കിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, എന്താണ് ഗ്രൂപ്പ് തിയറി? ഗ്രൂപ്പ് തിയറി എന്ന് വെച്ചാല് നമ്മളൊരു മോളിക്യൂളിന്റെ സിമ്മെട്രിയെ മാത്തമാറ്റിക്കലി പഠിക്കുവാണ്. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ സ്റ്റഡി ഓഫ് മോളിക്കുലർ സിമ്മെട്രി. ഒരു മോളിക്യൂൾസിന്റെ സിമ്മെട്രി നമ്മൾ മാത്തമാറ്റിക്കലി പഠിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് സിമ്മെട്രി? സിമ്മെട്രി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മോളിക്യൂളിനെ നമ്മൾ സ്പേസിലാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും 3D ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഒരു സ്പേസിൽ ഞാൻ എന്റെ മോളിക്യൂളിനെ അറേഞ്ച് ചെയ്തു. അപ്പോ ആ അറേഞ്ച് ചെയ്ത ശേഷം ഞാൻ ഒരു മൂവ്മെന്റ് അതിൽ വരുത്തി. ആ മൂവ്മെന്റ് അതിൽ വരുത്തി കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ഓറിയന്റേഷൻസ് കിട്ടും. ആ മോളിക്യൂൾ അങ്ങനെ തന്നെ ഇരിക്കുമല്ല, മൂവ്മെന്റ് വരുത്തുമ്പം ഇതിന് പല പല ഓറിയന്റേഷൻസ് പോസിബിൾ ആകും. ഓക്കെ, അങ്ങനെ ആ പോസിബിൾ ആവുന്ന ഓറിയന്റേഷനിൽ ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ഓറിയന്റേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മോളിക്യൂളിന് സിമ്മട്രി ഉണ്ടെന്ന് പറയാം. ഒന്നുകൂടെ ഞാൻ പറയാം. സിമ്മട്രി എന്ന് വെച്ചാൽ ഒരു മോളിക്യൂളിന് സിമ്മട്രി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ആ മോളിക്യൂളില് എന്തെങ്കിലും ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ ചെയ്യുന്നു. ആ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഓറിയന്റേഷൻസ് കിട്ടി. 2 or 3 ഓറിയന്റേഷൻസ് അതിൽ കൂടുതലോ കിട്ടി. ആ കിട്ടിയ ഓറിയന്റേഷനും നമ്മുടെ ഒറിജിനൽ മോളിക്യൂളും ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ മോളിക്യൂളിന് ഒരു സിമ്മട്രി ഉണ്ട്. ഓക്കെ, സിമ്മട്രി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഞാൻ എന്തെങ്കിലും ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ അവിടെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഒരു ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആ മോളിക്യൂളിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തത്. അങ്ങനെ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയെ പറയുന്നതാണ് സിമ്മട്രി ഓപ്പറേഷൻ. എന്താ സിമ്മട്രി ഓപ്പറേഷൻ? ആ മോളിക്യൂളിന് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിട്ടുള്ള ഓറിയന്റേഷൻ പോസിബിൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ എന്തെങ്കിലും ഒരു മൂവ്മെന്റോ ഒക്കെയാണ് സിമ്മട്രി ഓപ്പറേഷൻ. മെയിൻ ആയിട്ടും നമ്മൾ 3 ഓപ്പറേഷൻസ് ആണ് ഇവിടെ ചെയ്യാറ്. ഒന്ന് റൊട്ടേഷൻ, പിന്നൊന്ന് റിഫ്ലക്ഷൻ, ലാസ്റ്റത്തേത് ഇൻവേർഷൻ. ഓക്കെ, ഒന്ന് നമുക്ക് ആ മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിൾസിൽ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, ഒരു മിറർ പ്ലെയിൻ എടുത്തു വെച്ചിട്ട് ആ ഒബ്ജക്റ്റിന്റെ റിഫ്ലക്ട് ചെയ്ത് നോക്കാം. പിന്നെ അല്ലെങ്കിൽ ഇൻവേർഷൻ, ആ മോളിക്യൂളിനെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഈ 3 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ഇനി ഈ 3 ഓപ്പറേഷൻസ് ഞാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞാനൊരു പോയിന്റിലൂടെ ആയിരിക്കും, ഒരു അബൌട്ട് എ പോയിന്റ് ആയിട്ടായിരിക്കും ഞാൻ ആ ഓപ്പറേഷൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു അബൌട്ട് എ ലൈനിലൂടെ ആയിരിക്കും ആ ഓപ്പറേഷൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു പ്ലെയിനിലായിരിക്കും, ഒരു പ്ലെയിൻ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഒരു ലൈന്, അല്ലെങ്കിൽ ഒരു പ്ലെയിന്. ഇങ്ങനെ ഈ 3 ഏതെങ്കിലും ഒന്നിലായിരിക്കും, ഒന്നിന് അബൌട്ട് ആയിട്ടായിരിക്കും ഞാൻ എൻ്റെ ഓപ്പറേഷൻസ് ചെയ്യാറ്. അങ്ങനെയുള്ള ഈ പോയിന്റ്, ലൈന്, പ്ലെയിന്, ഇവരെ വിളിക്കുന്ന പേര്, ഇവരെയാണ് നമ്മൾ സിമ്മട്രി എലമെന്റ്സ് എന്ന് പറയുക. ഇതിപ്പോ ഞാനൊരു പോയിന്റിന് അക്രോസ് ആയിട്ടാണ്, അബൌട്ട് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഞാൻ ആക്സിസ് ഓഫ് സിമ്മട്രി എന്ന് പറയും. ഓക്കെ, ഒരു പോയിന്റ്, ആക്സിസ് ഓഫ് സിമ്മട്രി അല്ല, ഇതിനെ പോയിന്റിന് അബൌട്ട് ആയിട്ട് ചെയ്യുന്നതിനെ ഞാൻ സെന്റർ ഓഫ് ഇൻവേർഷൻ എന്നാണ് പറയാറ്. ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് ഞാൻ എന്റെ ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ
അതിനെ സെന്റർ ഓഫ് ഇൻവേർഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ സെന്റർ ഐ എന്ന് പറയും. ഒരു പോയിന്റിലാണെങ്കിൽ ഇത് ഞാൻ ഫുൾ ഒന്ന് റേസ് ചെയ്തിട്ട് കാണിക്കാം. ഞാനൊരു പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തെന്ന് പറയും? സെന്റർ ഓഫ് ഇൻവേർഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ സെന്റർ ഐ എന്ന് പറയും. ഇനി ഞാൻ ഒരു പ്ലെയിനിന് അക്രോസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്ലെയിൻ ഓഫ് സിമ്മട്രി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിഗ്മ എന്നാണ്, പ്ലെയിൻ ഓഫ് സിമ്മട്രി. ഇനി ഒരു ലൈൻ അബൌട്ട് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നാണ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിനെ നമ്മൾ സി കൊണ്ടാണ്, CN എന്ന് വെച്ചാൽ ഏത് ഡിഗ്രിയിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ഓർഡർ ആണ് ഈ പറയുന്നത്. ആ റൊട്ടേഷന്റെ ഓർഡറിനെയാണ് നമ്മൾ N എന്ന് പറയുന്നത്. നമ്മൾ കാണും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് ഞാൻ ഒരു മൂവ്മെന്റ് നടത്തുന്നതിനെ സെന്റർ ഓഫ് ഇൻവേർഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ സെന്റർ എന്നും, ഒരു പ്ലെയിനിന് അബൌട്ട് ആണ് ഞാൻ മൂവ്മെന്റ് നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ സിമ്മട്രി ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ പ്ലെയിൻ ഓഫ് സിമ്മട്രി എന്ന് പറയും. ഒരു ലൈനിന് അക്രോസ് ആയിട്ടാണ് ഞാൻ സിമ്മട്രി ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ആണ്. എന്താണ് ഇക്വലന്റും എന്താണ് ഐഡന്റിക്കലും? ഇക്വലന്റ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ, നമ്മൾ നെയിം കേൾക്കുമ്പോൾ ഒരേപോലെയാണെന്ന് തോന്നും, പക്ഷെ അല്ല. ഞാൻ ഒരു മോളിക്കൂൾ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വാട്ടർ മോളിക്കൂൾ ആണ്. ഇതിനെ ഞാൻ ഈ ഒരു ആക്സിസിന് അക്രോസ് ആയിട്ട്, ഇതാണ് ഇവരുടെ നടുക്കൂടെ ഒരു ആക്സിസ്, ഇതിനെ ഞാൻ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഈ H2 ഇവിടെ വരും, H1 ഇതിന്റെ പൊസിഷനിൽ പോകും. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഒരു തവണ കൂടി റൊട്ടേറ്റ് ചെയ്തു. ഇതിനെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തു. 180 ഡിഗ്രിയിൽ ഇവരെ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഇങ്ങനൊരു കിട്ടി അല്ലേ? അപ്പോ ഈ ഫസ്റ്റത്തേതും ഈ സെക്കൻഡത്തെയും മോളിക്കൂളും തമ്മിൽ എന്താണ്? ഇവർ രണ്ടും ഹൈഡ്രജൻ തന്നെയാണ്. അതെ അല്ലെ? H1ന്റെ സ്ഥാനത്ത് H2 ആയിനേ ഉള്ളൂ, H2ന്റെ സ്ഥാനത്ത് H1 ആയി. പക്ഷെ അവിടുത്തെ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? ഇക്വലന്റ് എന്ന് പറയും. അപ്പൊ ഇവരെ എനിക്ക് എന്തെന്ന് പറയാം? ഇക്വലന്റ് എന്ന് പറയാം. അതായത് അവിടെ ചേഞ്ച് എന്ന് പറയുന്നത് പൊസിഷനിൽ ഉണ്ടായ ചേഞ്ച് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആറ്റംസ് മാറിയിട്ടില്ല. അപ്പൊ ഈ ഫസ്റ്റും സെക്കൻഡും എന്താണ്? ഇക്വലന്റ് ആണ്. ഇനി ഞാൻ ഫസ്റ്റും ഈ തേർഡും നോക്കിക്കേ. ഇവിടെ പൊസിഷനും ചേഞ്ച് ചെയ്തിട്ടില്ല, ആറ്റവും ചേഞ്ച് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ രണ്ടും സെയിം ആണ്. അങ്ങനെയുള്ളവരെയാണ് ഞാൻ ഐഡന്റിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ ഐഡന്റിക്കൽ എന്ന് പറയും. ഇനി പൊസിഷൻ ചേഞ്ച് ചെയ്തു പക്ഷെ ആറ്റംസ് ചേഞ്ച് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവര് ഇക്വലന്റും, പൊസിഷനും ചേഞ്ച് ചെയ്തിട്ടില്ല ആറ്റവും ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ അവര് ഐഡന്റിക്കൽ മോളിക്യൂൾസ് എന്നും പറയും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്. ഇനി ഞാൻ ഓരോന്ന് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആക്സിസ് ഓഫ് റൊട്ടേഷൻ നോക്കാം. ആദ്യത്തേത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് സിമ്മട്രി. ആക്സിസ് ഓഫ് സിമ്മട്രി ഇതിനെ നമ്മൾ CN എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ N എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ആക്സിസ് ആണ്. നമ്മൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഓർഡർ, ആ ആക്സിസിന്റെ ഓർഡർ ആണ് ഈ N കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ N നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. N ഈക്വൽ ടു 360 ബൈ തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിള്
നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഇപ്പം ഞാൻ 180 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് 360/180 ആവും. അപ്പൊ അത് 2 എന്ന് കിട്ടും. അപ്പൊ എന്റെ ആക്സിസിന്റെ ഓർഡർ എന്താണ്? 2. അപ്പൊ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? C2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് C2 ഒരു എക്സാമ്പിള്, C2 ആക്സിസിന് ഒരു എക്സാമ്പിൾ കാണിക്കാം. C2 ഒരു എക്സാമ്പിള് നമ്മൾ കോമൺ ആയിട്ടുള്ള വാട്ടർ ആണ്. വാട്ടറിന്റെ C2 ആക്സിസ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് 1, ഇത് 2. ഈ നടുവിലൂടെ പോകുന്ന ഈ ഓക്സിജനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഈ ഒരു ആക്സിസ് ആണ് C2 ആക്സിസ്. ഓക്കെ, 180 എന്ന് പറയുമ്പോൾ ഇതിനെ ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ 2 ഇരുന്നിടത്ത് 1 വരും, 1 ഇരുന്നിടത്ത് 2 വരും. ആ ഒരു ചേഞ്ചേ ഉള്ളൂ. എന്നാലും ഇവർക്ക് നമുക്ക് എന്ത് കിട്ടി? ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഇമേജ് കിട്ടിയില്ലേ? അതുകൊണ്ട് ഈ C2 ആക്സിസ് ആർക്ക് പോസിബിൾ ആണ്? വാട്ടറിന് പോസിബിൾ ആണ്. അപ്പൊ വാട്ടറിന് പോസിബിൾ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് എന്ത്? C2 എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഒരു SF4 മോളിക്കൂൾ ആണ്. എഫ് 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 എഫ്. ഇതിന്റെ ഈ നടുവിലൂടെ ഒരു ആക്സിസ് നമുക്ക് പറ്റുമോ? ഇങ്ങനെ നടുവിലൂടെ ഒരു ആക്സിസ് വരുമ്പോഴത്തേനും ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ എഫ് ഇവിടെ വരും, ഈ എഫ് ഇവിടെ വരും. പക്ഷെ ഇപ്പുറത്തപ്പോ ആൾക്കാരുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവര് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആക്സിസ് ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, ആ നടുവിലൂടെ ഉള്ള ആക്സിസ് നമുക്ക് ഇവിടെ പോസിബിൾ അല്ല. ഇനി വേറെ ഏത് ആക്സിസ് ആണ് ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ളത്? എസ് എഫ് 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 എഫ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ നടുക്കൂടെയുള്ള ഈ ആക്സിസ് ഇവർക്ക് പോസിബിൾ അല്ല. പക്ഷെ ഇങ്ങനെ ഒരു ആക്സിസ് നമുക്ക് ഇവർക്ക് ഇമാജിനറി ആക്സിസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നോക്കിക്കേ, ഇത് നടുവിലൂടെയാണ്. ഇതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ എഫ് ഇങ്ങോട്ട് പോകും, ഈ എഫ് ഇങ്ങോട്ട് പോകും. ഇപ്പൊ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ, ആറ്റംസ് അത് തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് SF4ന്റെ എന്ത് പോസിബിൾ ആണ്? ഒരു C2 ആക്സിസ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ C2 നമുക്ക് എത്ര തവണ ചെയ്യാൻ പറ്റും? C2 1 ചെയ്യാൻ പറ്റും, C2 2 ചെയ്യാൻ പറ്റും. പക്ഷെ C2 2 ചെയ്യുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് എടുത്ത് നമ്മുടെ മോളിക്കൂൾ തന്നെയല്ലേ കിട്ടാറ്. അപ്പൊ അതിനെ നമ്മൾ E എന്ന് പറയും. അതായത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. E എന്ന് വെച്ചാൽ എന്താണ്? ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ, അപ്പം ഈ C2വിനെ നമ്മൾ 2 തവണ ചെയ്യുമ്പോൾ, ആദ്യത്തെ തവണ നമുക്ക് C2 1 ചെയ്തു, C2 രണ്ടാമത് ചെയ്യുമ്പോഴത്തേനും എന്ത് കിട്ടുന്നു? നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ പിന്നെ ഇവിടെ കൺസിഡർ ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ ഒരു ഓർഡർ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ നമുക്ക് N-1 ഓപ്പറേഷൻസ് അവിടെ പോസിബിൾ ആകൂ. N-1 ഓപ്പറേഷൻസ്. കാരണം ഈ C2 എന്താണ്? ഒരു ഐഡന്റിറ്റി എലമെന്റ് ആണ്. അത് സെയിം ഫസ്റ്റത്തെ ആള് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. നമ്മളപ്പോ N ഓർഡർ ആയിട്ടുള്ള ഒരു ആക്സിസിന് എത്ര ഓപ്പറേഷൻസ് പോസിബിൾ ആയിരിക്കും? N-1 ഓപ്പറേഷൻസ് പോസിബിൾ ആയിരിക്കും. ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷന്റെ കാര്യം മാത്രമാണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ N-1 റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കും N ഓർഡർ ആയിട്ടുള്ള ഒരു മോളിക്കൂളിന്. ഓക്കെ, ഇനി ഈ C1 എന്ന് വെച്ചാൽ എന്താ? C1 എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 1 അല്ലേ വന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ N ഈസ് ഈക്വൽ ടു 360/θ ആണ്. അപ്പൊ ഈ N1 വരണമെങ്കിൽ ഇവിടെയും 360 തന്നെ ആയിരിക്കണം. 360/360 ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അപ്പൊ ഇവിടെ റൊട്ടേഷൻ എത്രയാ? 360. ഇപ്പൊ ഒരു മോളിക്കൂള് നമ്മൾ അതിനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മോളിക്കൂളിൽ തന്നെ തിരിച്ചു വരുമല്ലേ. അതായത് അതും എന്ത് തന്നെയാണ്? ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പൊ C1 എന്ന് പറയുന്നത് എന്താ? ഐഡന്റിറ്റി എലമെന്റ് തന്നെയാണ്. അതിന്റെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ,
അപ്പൊ C2 ക്ലിയർ ആയല്ലോ. വാട്ടറിന് ഒരു എക്സാമ്പിൾ, അതുപോലെ SF4 ഒരു എക്സാമ്പിൾ. ഇനി ഞാൻ അടുത്തത് C3 ആക്സിസിലോട്ട് പോവാണ്. C3ക്ക് C3 1, C3 2, C3 3. പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുമ്പോഴത്തേനും മൂന്നാമത് ചെയ്യുമ്പോൾ അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇത് കൂട്ടണ്ട, N-1. അപ്പം 3 - 2 ഓപ്പറേഷൻസ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അമോണിയയെ നമുക്ക് എടുക്കാം. NH1 H3 H2. ഓക്കെ, ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. ഇനി അമോണിയ എന്ന് പറയുന്നത് ഈ 3 ഹൈഡ്രജനും പ്ലെയിനിലാണോ? അല്ലല്ലോ, ഇതിനൊരു പിരമിഡൽ ഷേപ്പ് പോലെയാണ്. ഈ ഹൈഡ്രജൻ പ്ലെയിനില് ഒരു ഹൈഡ്രജൻ എബോവ് ദ പ്ലെയിൻ, ഒരു ഹൈഡ്രജൻ ബിലോ ദ പ്ലെയിൻ, അങ്ങനെയാണ്. പക്ഷെ ഇത് ഞാനൊരു 2D റെപ്രസെന്റേഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3D നമുക്ക് ലാസ്റ്റ് കാണാം. 3Dയിൽ ഇവര് നമുക്ക് ലാസ്റ്റ് എല്ലാം ഒന്ന് നമുക്ക് 3Dയിൽ റെപ്രസെന്റ് ചെയ്താൽ കാണിക്കാം. ഇപ്പൊ 2Dയിൽ നമുക്ക് ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അമോണിയ മോളിക്കൂളില് ഞാൻ ആദ്യം ഒരു C3 ചെയ്തു. ഓക്കെ, C3 ചെയ്തപ്പോൾ ഉള്ള ചേഞ്ച് ഞാൻ താഴോട്ട് എഴുതാം. C3 ഇവിടെ ചെയ്ത് കഴിയുമ്പം ഈ അതായത് ഇവര് C3 എന്ന് വെച്ചാൽ എത്രയാ, ഒരു 120 ഡിഗ്രി റൊട്ടേഷൻ ആണ്. നമുക്കത് കണ്ടുപിടിച്ച് നോക്കാം. C3 എന്ന് പറയുമ്പം 3 ആണ് നമ്മുടെ ഓർഡർ. അപ്പം 360 എത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് 3 കിട്ടുക? 360 120 ആണ്. അപ്പൊ ഇതൊരു 120 ഡിഗ്രിയിലാണ് ഇവർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. C2 180, ഇത് 120 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ 1 എവിടെ വരും? ഈ 2ന്റെ സ്ഥലത്ത് വരും. ഇത് ഇവിടെ വരും. ഈ 3 1ന്റെ സ്ഥലത്തോട്ട് പോകും, 2 ഈ 3യുടെ സ്ഥലത്തോട്ട് ഇങ്ങനെ വരും. ഓക്കെ, നമുക്ക് ഞാൻ വരച്ച് കാണിക്കാം. ഇതിലൊന്ന് നിങ്ങളിപ്പോ ഓരോ ഹൈഡ്രജനും മാറുന്ന നോക്കിക്കോണം, ഓരോ ചേഞ്ച് നോക്കിക്കോണം. ഇവിടെ ആദ്യം 1, ഇവിടെ 2, ഇവിടെ 3 ഇങ്ങനെ ആയിരുന്നു. ഞാൻ ആദ്യത്തെ C3 ചെയ്തപ്പോൾ ഇതെങ്ങനെയായെന്ന് കാണിക്കാം. ഒരു തവണ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഈ 1 ഇവിടെ ഉണ്ടായിരുന്ന 1 ഇവിടെ വന്നു. ഈ നടുക്കുണ്ടായിരുന്ന 3 ഇവിടെ ചെന്നു. ഇവിടെ ഉണ്ടായിരുന്ന 2 ഇവിടെ വന്നു. ഇത് ഒരു തവണ C3 ചെയ്തപ്പോൾ. ഇനി അടുത്ത C3 ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ഈ 2 ഇവിടെ വരും, ഈ 3 തിരിച്ചിങ്ങോട്ട് വരും, ഈ 1 ഇവിടെ വരും. ഈ 2 ഇവിടെ വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 3 വന്നു. ഒരു തവണയും കൂടെ C3 ക്യൂബ് ചെയ്യുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്? ഈ 2 തിരിച്ചാ 2 പൊസിഷൻ വന്നു, ഈ 1 ഇവിടെ വരും, 3 നടുക്ക് വരും. പഴയ നമ്മുടെ ആ ഫസ്റ്റ് എടുത്ത അമോണിയ മോളിക്കൂൾ തന്നെ കിട്ടി. ഇങ്ങനെ നമ്മൾ C3 ആക്സിസ്. അപ്പം 2 തവണ ഓപ്പറേഷൻ ചെയ്താൽ മതി. N-1 ഓപ്പറേഷൻസ് ആണ് ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ കാണാം. 3Dയിൽ നമുക്ക് കാണാം. ഇനി വേറൊരു BF3 മോളിക്കൂളിന് ഇതുപോലെ ഒരു C3 ആക്സിസ് അതോടെ കാണിക്കാം. ഇത് അമോണിയയ്ക്ക് C3 ആക്സിസ് പോസിബിൾ ആണ്. ഇനി ഞാൻ വേറൊരു മോളിക്കൂൾ എടുത്ത് കാണിക്കാം, BF3യുടെ സ്ട്രക്ചർ എന്താ? പ്ലനാർ ആണ്. അപ്പൊ നമ്മൾ ഈ മോളിക്കൂളിന്റെ സ്ട്രക്ചർ അറിഞ്ഞാലേ അവരുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അമോണിയയ്ക്കാണെങ്കിൽ പിരമിഡൽ ആയിരുന്നു, വാട്ടർ ആണെങ്കിൽ ബെൻഡ് ഷേപ്പ് ആണ്. BF3 ആണെങ്കിൽ പ്ലനാർ ആണ്. അപ്പൊ അത് 3 ഫ്ലൂറിന് എവിടെയാണ്? ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഈ നടുക്കത്തെ ഈ ബ്രോമിനിലൂടെ റൊട്ടേറ്റ് ചെയ്യും. ഇപ്പൊ ബ്രോമിനിന്റെ അതൂടെ ഒരു ആക്സിസ് തുളച്ചു കയറി പോകുന്ന പോലെ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ഞാൻ അപ്പൊ F ഇവിടെ വരുന്നു, ഈ F ഇവിടെ വരുന്നു, ഈ F ഇവിടെ വരുന്നു. അങ്ങനെ ഒരു 120 ഡിഗ്രി റൊട്ടേഷൻ ഇവർക്ക് പോസിബിൾ ആണ്. ഇവർക്ക് ഇത് കൂടാതെ വേറൊരു റൊട്ടേഷനും കൂടെ പോസിബിൾ ആണ്. അത്
വേറെ ഒരു ഓർഡർ ഇവിടെ പോസിബിൾ ആണ്, അതും കൂടെ പറയാം. 120യുടെ കാര്യം മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു ആക്സിസ് ഇവർക്ക് പോസിബിൾ അല്ലേ? അതായത് ഈ ഫ്ലൂറിൻ ഇവിടെ വരും, അടുത്തത് ഇവിടെ വരും. അപ്പൊ ഇതിനൊരു ഇങ്ങനെ ഒരു ഈ ഒരു ആക്സിസ് പോസിബിൾ ആണ്. അതുപോലെ ഇങ്ങനെ ഒരു ആക്സിസ് പോസിബിൾ ആണ്, ഇങ്ങനെ ഒരു ആക്സിസ്. ഒരു ബോറോണും ഒരു ഫ്ലൂറിനും കൂടെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അപ്പൊ 3 എണ്ണം, അതുപോലെ 3 ആക്സിസ് പോസിബിൾ ആണ്. അത് എത്രയാണത്? അത് 120 ഡിഗ്രി ആണ്. അപ്പൊ 3 C2 ഇവർക്ക് പോസിബിൾ ആണ്. എന്തൊക്കെ പോസിബിൾ ആണ്? ഒരു C3യും പോസിബിൾ ആണ്, 3 C2വും പോസിബിൾ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാണ്, അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് നമ്മൾ എങ്ങനെ എടുക്കും? ഇതിൽ ഏതിനാണോ n കൂടുതലുള്ളത്, n കൂടുതലുള്ള ഹയർ n ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കുക. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ സബ്സിഡിയറി ആക്സിസ് എന്ന് എടുക്കും. ഇതില് നമ്മൾ ഹൈ n ആയിട്ടുള്ളവരെ മാത്രം പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കുന്നു, അല്ലാത്ത ബാക്കിയുള്ളവരെ സബ്സിഡിയറി ആക്സിസ് ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് ഈ സബ്സിഡിയറി ആക്സിസിലെ ഈ 3C2 3 ഉണ്ട്. ഇപ്പൊ നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുക, നമ്മുടെ സമയം പോകും. ഇപ്പൊ നിങ്ങള് അതിനൊരു ട്രിക്ക് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇതിന്റെ അകത്ത് ഒരു C2 ഉണ്ടെന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞാല്, ഒരു C3 ഓർഡർ ആയിട്ടുള്ള ഒരു മോളിക്കൂളില് ഒരു C2 ഉണ്ടെന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് എത്ര C2s ഉണ്ടായിരിക്കും? 3 C2s ഉണ്ടായിരിക്കും. ഈ ഓർഡറിന്റെ ആ സെയിം നമ്പർ അത്രയും C2 ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതെന്റെ Cn ആണ് ഇവരുടെ പ്രിൻസിപ്പൽ ആക്സിസ് എങ്കിൽ, n എന്നാണ് പറഞ്ഞ ഇവരുടെ ഓർഡർ എങ്കിൽ, ആ ഉള്ള മോളിക്കൂളിന് ഉറപ്പായിട്ടും n നമ്പർ ഓഫ് C2 പോസിബിൾ ആയിരിക്കും. ഒന്നെങ്കിൽ അത് നിങ്ങൾ ഒരെണ്ണമെങ്കിലും ഒബ്സർവ് ചെയ്താൽ മാത്രം. ഓക്കെ, ഇപ്പം ഒന്നും ഇല്ലെങ്കിൽ, ആ മോളിക്കൂളിന്റെ അകത്ത് ഒരു C2 ആക്സിസും ഇല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ n നമ്പർ C2 എന്ന് പറയാൻ പറ്റുകയില്ല. അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നിങ്ങൾ ആ C3 അല്ലെങ്കിൽ ഏത് Cn ആയിക്കോട്ടെ, ഏതിലെങ്കിലും നിങ്ങൾ ഒരെണ്ണമെങ്കിലും ഒബ്സർവ് ചെയ്താൽ ഉറപ്പായിട്ടും അവർക്ക് n നമ്പർ ഓഫ് C2 ആയിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് 0 C2. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര C2s ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഒരു PtCl4 2- ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? ഇതൊരു സ്ക്വയർ പ്ലാനാർ ആണ്. സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ആണ് PtCl4 2-. ഓക്കെ, ഞാനപ്പോ അതിന് മുന്നേ നിങ്ങളോട് എന്താണ് C4 ആക്സിസ് എന്ന് പറയണം, എന്നാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ C3യുടെ എക്സാമ്പിൾ മനസ്സിലായല്ലോ. BF3യുടെ കാര്യം പറഞ്ഞു, അമോണിയയുടെ കാര്യം പറഞ്ഞു, ആ കൂടെ പ്രിൻസിപ്പൽ ആക്സിസ് പറഞ്ഞു, സബ്സിഡിയറി ആക്സിസ് പറഞ്ഞു. പിന്നെ ആ ട്രിക്ക്, Cn ആക്സിസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് n നമ്പർ ഓഫ് C2 കാണും, അല്ലെങ്കിൽ 0 C2 ആയിരിക്കും. C3 മറ്റേ അമോണിയയ്ക്കായിരുന്നെങ്കിൽ അങ്ങനെ ഒരു C2 ആക്സിസ് നമുക്ക് പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് 0 C2. പക്ഷെ BF3യില് ഒരു C2 ഞാൻ ഒബ്സർവ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവർക്ക് 3 C2s പോസിബിൾ ആണ്. അത് നമുക്കിനി PtCl4ന്റെ കാര്യം നോക്കാം. ഈ PtCl4 2-ന് ഇത് നോക്കി, ഈ Ptയിലൂടെ ഞാനൊരു ഈ പ്ലാറ്റിനത്തിലൂടെ ഞാനൊരു ആക്സിസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, പ്ലാറ്റിനത്തിന്റെ ഉള്ളിലൂടെ തറച്ചു പോവുക. ഇത് 4 ക്ലോറിനും എവിടെയാണ്? ഒരു പ്ലെയിനിൽ കിടക്കുവാണ്, നടുക്ക് പ്ലാറ്റിനം. ഇപ്പൊ ഈ പ്ലാറ്റിനത്തിനുള്ളിലൂടെ ഒരു ആക്സിസ് തളച്ചിങ്ങനെ പോകുന്ന ഒരുപോലെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ ക്ലോറിൻ ഇവിടെ വരും. അതായത് ഇവിടെയുടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, എന്നിട്ട് അതിനെ വെച്ച് ഞാൻ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ വരും. 1 എന്നുള്ളിടത്ത് 1 മാറി ഇവിടെ വരുന്നു, അടുത്തത് ഇവിടെ വരുന്നു. അതായത് ഇവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി റൊട്ടേഷൻ ആണ് ഇവിടെ പോസിബിൾ. ഇപ്പൊ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് C4 ആണ്, 360/90 ആണ്. അപ്പൊ ഇവിടെ 90 ഡിഗ്രി റൊട്ടേഷൻ ആണ് ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവർക്ക് C4 അല്ലാതെ വേറെ ആക്സിസുകളും ഉണ്ട്, അതുകൂടെ കാണിക്കാം.
ഒരു ആക്സിസ് ഞാൻ പറഞ്ഞു C4 ആണ്. പിന്നെ ഇതിലേ ഒരു C2 പോസിബിൾ അല്ലേ? ഇതിലെയും ഒരു C2 പോസിബിൾ ആണ്. ഇതിലെയും ഒരു C2 പോസിബിൾ ആണ്. ഇതിലൂടെയും ഒരു C2 പോസിബിൾ ആണ്. അപ്പം C4 ആണെങ്കിൽ ഉറപ്പായിട്ടും n നമ്പർ ഒരു C2 ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും n നമ്പർ ഓഫ് C2s ഇവിടെ പോസിബിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ 4 C2s പോസിബിൾ ആണ്. ഇതില് ഈ 4 എന്ന് പറയുന്നതാണ് എന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഹയർ ഓർഡർ ആയിട്ടുള്ളവര്. ഈ C2 എന്ന് പറയുന്നത് എന്താണ്? സബ്സിഡിയറി ആക്സിസ് ആണ്. ഓക്കെ അല്ലേ? ഇനി C4 കഴിഞ്ഞു. അപ്പൊ C4ന് എത്ര നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടെന്നും കൂടെ നോക്കാം. C4 1 പോസിബിൾ ആണ്. C4 2 ഉണ്ട്. C4 3 ഉണ്ട്. C4 4 ഐഡന്റിറ്റി എലമെന്റ് അല്ലേ? അതില്ല. ഇപ്പം ടോട്ടൽ n-1 4-1 3 ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. പിന്നെ ഇവിടെ നോക്കിക്കേ, ഈ C4 എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റും കൂടെയാണ്? C2 ഇക്വലന്റ് ആണ്. നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് 2 1, അതായത് C2 ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ് C4 ട്വൈസ് എന്ന് പറയുന്നത് അല്ലെ? 90 + 90 180 അല്ലേ? അപ്പം ഒരു തവണ 90 എടുത്തിട്ട് വീണ്ടും ഒരു 90 എടുക്കുന്നതല്ലേ C4 ട്വൈസ്? അതെന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? ഒരു തവണ C2 ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു C5 എന്ന് വെച്ചാൽ അത് എത്രയായിരിക്കും? 72 ഡിഗ്രി ആണ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ ഒരു 3D റെപ്രസെന്റ് ചെയ്ത് നമ്മൾ ബോർഡിൽ 2D ആയിട്ട് വരച്ച് കാണിക്കുന്നത് പാടാണ്, നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ നമുക്കൊരു 3Dയിൽ അത് റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം. ഇനി ഈ C5 എത്ര ഓപ്പറേഷൻസ് പോസിബിൾ ആണ്? C5 1, C5 2, C5 3, C5 4, C5 5 എന്ന് പറയുമ്പോഴത്തേനും അത് തന്നെയാണ്. അപ്പം ടോട്ടൽ 1 2 3 4 ഓപ്പറേഷൻസ് ഇവിടെ പോസിബിൾ ആണ്. ഇനി ഒരു ആക്സിസും കൂടെ നമുക്ക് നോക്കാം. C6 എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി റൊട്ടേഷൻ ആണ്. ഇവർക്ക് C6 1, C6 2, C6 3, C6 4, C6 5, C6 6 എടുക്കണ്ട. ഇത് എന്തിന് ഇക്വലന്റ് ആണ്? ഇത് C3 ഇക്വലന്റ് ആണ്. ഇത് C2 ഇക്വലന്റ് ആണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഈ C6 2 എന്ന് പറയുന്നത് C3 ഇക്വലന്റ് ആണ്. C6 3 എന്ന് പറയുന്നത് C2 ഇക്വലന്റ് ആണ്. ഇനി ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. C6 നമ്മുടെ ബെൻസീൻ ആണ്. C6 എക്സാമ്പിൾ. ഇവിടെ ബെൻസീന്റെ സെന്ററിലൂടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്താൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ 1 എന്ന് മാർക്ക് ചെയ്തത് ഇവിടെ വരും ഫസ്റ്റത്തെ റൊട്ടേഷനിൽ. സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെ, 4 ഇവിടെ, 5 ഇവിടെ, 6 ആകുമ്പോഴത്തേനും തിരിച്ച് ആ പഴയ പൊസിഷനിൽ തന്നെ വരും. ഇത് മാത്രമല്ല ബെൻസീനിന്റെ പോസിബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരു C2 പോസിബിൾ അല്ലേ? ഇങ്ങനെ ഒരു C2 പോസിബിൾ ആണ്. ഇങ്ങനെ ഒരു C2 പോസിബിൾ ആണ്. ഇങ്ങനെ ഒരു C2 പോസിബിൾ ആണ്. അപ്പൊ നമ്മൾക്ക് C6 ആണെങ്കിൽ ടോട്ടൽ എത്ര C2 പോസിബിൾ ആയിരിക്കും? ഒരെണ്ണം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ n നമ്പർ ഓഫ് C2 പോസിബിൾ ആയിരിക്കും. അപ്പം 6 C2 വരെ ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഞാനിപ്പോ ഇത്രയും നേരം നമ്മൾ ആക്സിസ് ഓഫ് സിമെട്രി മാത്രമേ നോക്കിയുള്ളൂ. നമുക്ക് ഇതിന്റെ ഒരു 3D ഉള്ള അതിന്റെ ഒരു റെപ്രസെന്റേഷനും കൂടെ നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും.
അപ്പൊ ഫസ്റ്റ് ഞാൻ ഒരു C2-ന്റെ എക്സാമ്പിൾ കാണിക്കാമേ. C2-ന് നമ്മൾ വാട്ടർ, ഓക്കെ, ഇത് നമ്മൾ വാട്ടറിന് ഒരു എക്സാമ്പിൾ, വാട്ടർ നമ്മൾ C2 ആക്സിസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ. ഇവിടെ നടുക്കൂടെ ഒരു ആക്സിസ് എടുത്തേക്കുവാണ്. ഇവിടെ ഞാൻ ഇപ്പൊ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. കണ്ടോ, റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇവര് നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കേ, ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ടുള്ള ഇമേജ് കിട്ടി. അതായത് വാട്ടറിന്റെ കേസിൽ C2 എങ്ങനെയാണ് പോസിബിൾ ആകുന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്ത വേറൊരു C2 എക്സാമ്പിൾ കാണിക്കാം. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 അതിന്റെ ഒരു സ്ട്രക്ചർ ആണ്. ഇതിലൂടെ നോക്കിയേ, നടുക്കൊരു പോയിന്റ് കണ്ടോ, ആ രണ്ട് ഹൈഡ്രജന്റെയും രണ്ട് ഓക്സിജന്റെയും, ഈ റെഡിൽ കാണിച്ചേക്കുന്നത് ഓക്സിജൻ ആണേ. അപ്പൊ ആ രണ്ട് ഓക്സിജന്റെ ബോണ്ടിന്റെയും സെന്ററിലായിട്ട് ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആ ഒരു ആക്സിസ് കൺസിഡർ ചെയ്താൽ അതിലൂടെയുള്ള റൊട്ടേഷൻ കണ്ടോ, നിങ്ങളോട് നോക്കുക, ആ ഓക്സിജൻ ബോണ്ടിന്റെ നടുവിലൂടെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു, അതിലൂടെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഹൈഡ്രജൻ പൊസിഷൻ ചേഞ്ച് ചെയ്താലും അവിടെയുള്ള ആ ആറ്റം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡില് C2 ആക്സിസ് പോസിബിൾ ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിള് അസറ്റോൺ മോളിക്കൂൾ നോക്കാം. അസറ്റോൺ, ഈ C+O ആണ് നമ്മൾ നടുക്ക് കാണിച്ചേക്കുന്നത്, C+O. ഇപ്പുറത്ത് CH3, ലെഫ്റ്റിലും റൈറ്റിലും CH3. അപ്പൊ ഞാൻ റൊട്ടേറ്റ് ചെയ്തു, കണ്ടോ, നമുക്ക് ആ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ടുള്ള ഇമേജ് തന്നെ കിട്ടി. പൊസിഷൻസ് നോക്കിയോളൂ, പൊസിഷൻസ് ചേഞ്ച് ചെയ്തു, പക്ഷെ എന്താ, ആറ്റം അവിടെയുള്ള മോളിക്യൂൾസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, CH3 തന്നെയാണ്. അതുകൊണ്ട് ഇവർക്ക് C2 പോസിബിൾ ആണ്. ഓക്കെ, ഇപ്പം C2 നമ്മൾ എക്സാമ്പിൾ ആയിട്ട് വാട്ടർ പറഞ്ഞു, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന് തന്നെ പല ടൈപ്പ്, അത് ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ് നമ്മളിപ്പോ കണ്ടത്. അങ്ങനെ ഹൈഡ്രജൻ പെറോക്സൈഡ് സിസ് ഉണ്ട്, ട്രാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പോയിന്റ് ഗ്രൂപ്പ് പഠിക്കുന്ന കേസിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പോയിന്റ് ഗ്രൂപ്പ് പഠിക്കുമ്പോൾ ഓരോ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സിസ് ഫോം, ട്രാൻസ് ഫോം, അതിന്റെ എല്ലാം ആക്സിസ് നമുക്ക് പറയാം. ഇതിപ്പോൾ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ്. ആ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രജൻ നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കും, ഒരു ഹൈഡ്രജൻ നമ്മളെ അതായത് ഈ സ്ക്രീനിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കും. അങ്ങനെയുള്ള ഒരു കോൺഫിഗറേഷൻ ആണ് ഇവിടുത്തേത്. ഓക്കെ, ഇനി നമുക്ക് C3 ആക്സിസിന് എക്സാമ്പിൾ നോക്കാം. അത് നമ്മൾ അമോണിയ ആണ് പറഞ്ഞത്. അമോണിയ ഞാൻ ഇങ്ങനെ കാണിക്കാം. നോക്കിക്കേ, ഇങ്ങനെ നോക്കിക്കേ, നൈട്രജൻ ആണ് നടുക്ക്, 3 ഹൈഡ്രജൻ നിൽക്കുന്നു. ഞാൻ ഇതിലെ റൊട്ടേറ്റ് ചെയ്തു, കണ്ടോ, 120 ഡിഗ്രി റൊട്ടേഷൻ. കണ്ടില്ലേ, നമുക്ക് പൊസിഷൻസ് കണ്ടോ, പൊസിഷൻസ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിലും ആറ്റംസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പൊ അമോണിയയ്ക്ക് ഒരു C2 ആക്സിസ് പോസിബിൾ ആണോ? അല്ല. കാരണം ഒരു ഹൈഡ്രജൻ മാത്രമേ പ്ലെയിനിലുള്ളൂ, വേറൊരു ഹൈഡ്രജൻ സ്ക്രീനിനുള്ളിലോട്ടും വേറൊരു ഹൈഡ്രജൻ നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ആണ് ഇവർക്ക് ഒരു C2 ആക്സിസ് പോസിബിൾ അല്ല. ഓക്കെ, ഇനി വേറൊരു C3ക്കും കൂടെ കാണിക്കാം. ഇതിന്റെ പേര് ഫോസ്ഫറൈൽ ക്ലോറൈഡ് എന്നാണ്. ഫോസ്ഫറൈൽ ക്ലോറൈഡ്, ഇങ്ങനെ കാണിക്കാം. നോക്കാം, ഇതില് നടുക്ക് സെന്ററിൽ കാണുന്നത് P ആണ്. ഇവർക്കൊരു ഡബിൾ ബോണ്ട് കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ, ഒരു ഡബിൾ ബോണ്ട് O ആണ് മേളില്. അപ്പം P+O. ബാക്കി ഗ്രീനിൽ കൊടുത്തേക്കുന്ന എല്ലാം എന്താണ്, 3 ക്ലോറിൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഡബിൾ ബോണ്ട് Oയും ആ Pയും കൂടെ അതിന്റെ ഉള്ളിലൂടെ ഒരു ആക്സിസ് ആണ് അവിടെ. എന്നിട്ട് ഇതിനെ ഞാൻ ഇപ്പം നോക്കി, ഇപ്പൊ നമ്മൾ നേരത്തെ അമോണിയ നോക്കിയപ്പോൾ തന്നെ ആയില്ലേ ഇത്. നിങ്ങളപ്പം ഓർത്തോണം, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് Oയും ഏതിലൂടെയാണ് ആക്സിസ് പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഈ Pയിലൂടെയും ഡബിൾ ബോണ്ട് Oയുടെയും ഉള്ളിലൂടെയാണ് ആ ആക്സിസ് പോയേക്കുന്നത്. അപ്പോ നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കേ, കണ്ടോ, ഇതിനെ നമ്മൾ 120 ഡിഗ്രി ഇങ്ങനെ വെച്ച് കാണിക്കാം. നോക്കിക്കേ, 120 ഡിഗ്രി റൊട്ടേഷൻ ഇവർക്ക് പോസിബിൾ ആണ്. ആ P+O ആ ആക്സിസിന് ഒരു ചേഞ്ചും ഇല്ല. കണ്ടില്ലേ, ആ ഓക്സിജൻ അത് അവിടെ തന്നെ നിൽക്കുവാണ്.
ആ 3 ക്ലോറിൻ മാത്രമാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ PF5. ഇത് PF5 ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. രണ്ട് ഫോസ്ഫറസ് ടോപ്പ്, ഈ മേളില് ഒരാൾ താഴെ, ബാക്കി 3 പ്ലെയിനില്. ഓക്കെ, നമ്മൾ ആ BF3 വരച്ചില്ലേ, അതുപോലെ ഉള്ളൂ. അപ്പൊ ഇതിനൊരു മേളിലും താഴെ ഒരു എക്സ്ട്രാ ഒരു ഫ്ലൂറിൻ ഉണ്ട്. അപ്പൊ ഞാൻ അതിലൂടെയാണ് ഈ എക്സ്ട്രാ 2 ഫ്ലൂറിൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് അവരെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തന്നത്, കണ്ടില്ലേ? അപ്പൊ ഇവിടെ P നടുക്കുണ്ട്, മേളിൽ ഒരു ഫ്ലൂറിൻ ഉണ്ട്, താഴെ ഒരു ഫ്ലൂറിൻ ഉണ്ട്, പിന്നെ പ്ലെയിനില് ആ 3 ഫ്ലൂറിൻ എന്ത് ചെയ്തേക്കുന്നു, അറേഞ്ച് ചെയ്തേക്കുന്നു. എന്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർത്തോണം, ഈ ഗ്രീൻ കളറിലുള്ള ഫസ്റ്റ് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഫ്ലൂറിൻ, നടുക്ക് ഫോസ്ഫറസ്, അതിന്റെ പുറകിൽ ഒരു ഫ്ലൂറിനും കൂടെ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നു. കണ്ടോ? അപ്പൊ മറ്റേ ഈ 3 പേര് മാത്രമേ അവരുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഈ ആക്സിസിലൂടെ ഉള്ളവർക്ക് ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ കൂടെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം, നോക്കിക്കേ. കണ്ടോ? ആക്സിസിലൂടെ ഉള്ള 2 ഫ്ലൂറിൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ ഈ ഒരു റൊട്ടേഷനിൽ അവർക്കൊരു ഇൻവോൾവ്മെന്റും ഇല്ല. അതുകൊണ്ട് തന്നെ 3 പേര് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവർക്കുള്ള ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C3 ആക്സിസ് ആയിരിക്കും. ഓക്കെ, ഇവർക്കൊരു C2 കൂടെ പോസിബിൾ ആണ്. നോക്കിക്കോണം, ഇവർക്കൊരു C2 ആക്സിസും കൂടെ ഇങ്ങനെ ഞാൻ കാണിക്കാം. അതായത് ഒരു ഫ്ലൂറിനും പിയും കൂടെ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് കണ്ടോ, ഒരു C2 ആക്സിസും കൂടെ ഇവർക്ക് പോസിബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു C3 ആണെങ്കിൽ 3 C2s പോസിബിൾ ആയിരിക്കണ്ടേ. നെക്സ്റ്റ് ഇങ്ങനെ ഒരു C2, ഇങ്ങനെ ഒരു C2, കണ്ടില്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ. അപ്പോ ഒരു C2 എങ്കിലും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് 3 C2s പോസിബിൾ ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇത് എന്റെ C3, C3 റൊട്ടേറ്റ് ചെയ്തു. ഇനി C2 നോക്കിക്കേ എങ്ങനെയാണ് പോയേക്കുന്നതെന്ന്. കണ്ടോ? ഈ C2s നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു ഫ്ലൂറിന് ഒരു ഫോസ്ഫറസ്, അതുപോലെ തന്നെ വേറൊരു ഫ്ലൂറിന് ഫോസ്ഫറസ്, കണ്ടോ? അപ്പൊ 3 C2സും ആർക്ക് പോസിബിൾ ആണ്? PF5ന് പോസിബിൾ ആണ്. ഇത് തന്നെയായിരിക്കും നമ്മുടെ PCl5. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരാളുടെ കണക്ട് ചെയ്ത് നമുക്കിത്, അപ്പൊ നമ്മൾ അത്രയും ടൈം എടുക്കേണ്ടി വരത്തില്ല. ഇപ്പൊ PF5നെ നമുക്ക് അറിയാമെങ്കിൽ നമുക്കൊരു PCl5 എന്ന് പറഞ്ഞാൽ അതിന് ഫ്ലൂറിന്റെ സ്ഥാനത്ത് ക്ലോറിൻ ആവുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഒരാളുടെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ അവരുടെ ആക്സിസ് പറയാൻ പറ്റും. അപ്പം PF5ന് C3 ആണ്. അപ്പം PCl5ന് എന്ത് തന്നെയായിരിക്കും? C3 ആക്സിസ് ആണ് പോസിബിൾ. ഇവർക്ക് എക്സ്ട്രാ 3 C2 കൂടെ ഉണ്ട്, അതുകൂടെ ഓർക്കണം. ഓക്കെ, അപ്പോ C3 ആക്സിസ് ക്ലിയർ ആയില്ലേ? ഇനി ഒരു C4 നോക്കാം. ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. PCl3ക്ക് ഒരു C3 ഉണ്ട്, നോക്കിക്കോളൂ. കണ്ടോ? PCl3ക്ക്. ഓക്കെ, ഇത് വേറൊരു എക്സാമ്പിൾ ആണ് C3 പോയിന്റ് ഗ്രൂപ്പിന്. പിന്നെ ഞാൻ C4 അല്ലേ, C4 ഞാൻ നേരത്തെ പറഞ്ഞ PtCl4 2- നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നില്ലേ, അത് ഇത് ഇവിടെ നോക്കിക്കോ. ഇവിടെ ഇത് 4 ഗ്രീൻ കണ്ടില്ലേ, 4 ക്ലോറിൻ, അതൊരു പ്ലെയിനിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ നടുക്ക് പ്ലാറ്റിനത്തിലൂടെ പോകുന്നതാണ് നമ്മുടെ ആക്സിസ്. റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം, കണ്ടോ? ഒന്നുകൂടെ നോക്കിക്കേ, പൊസിഷൻ ചേഞ്ച് ചെയ്തു, പക്ഷെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. ഇത് കൂടാതെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇവർക്ക് 4 C2സും കൂടെ പോസിബിൾ ആണ് അല്ലേ? അതോടെ കാണിക്കാം. ഒരു C2 നോക്കിക്കേ, ഒരു C2 ഏതിലൂടെയാണ്? ആ നടുക്കൂടെ തന്നെ, കണ്ടോ? നടുക്കൂടെ തന്നെ ഒരു C2 പോസിബിൾ ആണ്. പിന്നെ ഈ 2 ക്ലോറിൻ ടച്ച് ചെയ്തിട്ടുള്ള ഒരു C2,
അടുത്തത് വേറെ 2 ക്ലോറിൻ ടച്ച് ചെയ്തിട്ട് ഒരു C2. ഈ നടുക്ക് PT രണ്ടുപേരെയും ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യുന്നത് പോലെ, ഒരിടത്ത് 2 താഴെയും 2 അങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ ഒരു C2. പിന്നെ അതുപോലെ തന്നെ വേറൊരു ആക്സിസിൽ കണ്ടോ, അപ്പൊ ഇങ്ങനെ 4 C2s ആർക്ക് പോസിബിൾ ആണ്? PtCl4 2- പോസിബിൾ ആണ്. ഓക്കെ, ഇവർക്ക് ഒരു C4 ആക്സിസ് ഉണ്ട്, ഇതിലൂടെ തന്നെ ഒരു C2 ആക്സിസ് ഉണ്ട്, ഇങ്ങനെ ഒരു C2, ഇതൊരു C2, ഇതൊരു C2, ഇതൊരു C2. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടെ C4 എന്ന് പറയാം. സിനോൺ ടെട്രാക്ലോറൈഡ് XeCl4. ഇത് നമ്മളിപ്പോ പറഞ്ഞ PtCl4 തന്നെ പ്ലാനാർ ആണ്. ഇവർക്കിത് നടുക്കൂടെ ഒരു കണ്ടോ ഒരു C4. അപ്പം ഇവർക്കൊരു C4 ഉണ്ടെങ്കിൽ മറ്റേത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 C2s PtCl4 സിമിലർ സ്ട്രക്ചർ ആകുമ്പോൾ ഇവർക്കും അത് പോസിബിൾ അല്ലേ? നോക്കിക്കേ, ഒന്ന് ഇതിലൂടെ, പിന്നെ ഒന്ന് ഇങ്ങനെ ഒരു 2 ക്ലോറിൻ, ഇവിടുത്തെ 2 ക്ലോറിൻ ഈക്വൽ ആയിട്ട്. ഓക്കെ, അത് സെയിം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വേറെ C5ന്റെ എക്സാമ്പിൾ ആണ് ഇനി അടുത്തത്. മീഥൈൻ ഒരു ഇതിന്റെ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. മീഥൈന്റെ കാര്യം ഓർത്തോണം. അപ്പം നമ്മള് 4 ഹൈഡ്രജൻ പ്ലെയിനിലാണ് എന്ന് വിചാരിച്ചാൽ നമ്മളത് C4 എന്ന് എഴുതി വെക്കും. പക്ഷെ മീഥൈന്റെ സ്ട്രക്ചർ എന്താ? ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. അവർക്ക് C3 ആക്സിസ് ആണ്. കണ്ടോ, ടെട്രാഹെഡ്രൽ ആണ് അവർക്ക്. ഇങ്ങനെ ഒന്ന് നോക്കിക്കേ, അപ്പൊ ഇവരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും കണ്ടോ C3 ആക്സിസ് ആണ് ഇവർക്ക് വന്നേക്കുന്നത്. വേറൊരു C3 ഇങ്ങനെ കണ്ടോ, ഇവർക്കുള്ളത് വേറൊരു C3. ഇവർക്ക് C2 പോസിബിൾ അല്ല, കാരണം നമ്മൾ മറ്റേ അമോണിയയുടെ കേസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അമോണിയക്ക് C2 പോസിബിൾ അല്ലല്ലോ. ഇവർക്കുള്ള ഇതൊരു C3. നോക്കിക്കേ, ആക്സിസ് മാറുന്നുണ്ടോ? C3, ഇതൊരു C3. ഇവർക്ക് C2 ഒരു C2 പോസിബിൾ ആണ്. ഒന്നാണെങ്കിൽ 3 C2s പോസിബിൾ ആണ് കേട്ടോ. അപ്പൊ സോറി, ഞാൻ നേരത്തെ ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ ഇവർക്ക് 3 C2സും പോസിബിൾ ആണ്. ഒന്നുകൂടെ കാണിക്കാം. ഇതൊരു C3 റൊട്ടേറ്റ് ചെയ്തു. വേറൊരു C3 റൊട്ടേറ്റ് ചെയ്തു. വേറൊരു C3. ഇതൊരു, അതായത് അവിടെ ഓരോ ഹൈഡ്രജനും കാർബണും മാറി മാറി എടുത്തു. അതുകൂടാതെ C2, അങ്ങനെ 3 C2s ഇവർക്ക് പോസിബിൾ ആണ്. പക്ഷെ ഇവരുടെ ഓർഡർ എന്ന് പറയുന്നത് C3 ആയിട്ട് എടുക്കാവുള്ളൂ. 3 ആണ്, കാരണം ഹയസ്റ്റ് ഓർഡർ. ഓക്കെ, ഞാനപ്പം C5ന്റെ നോക്കി പോയതായിരുന്നു. C5ന് ഫെറോസീൻ. ഈ ഫെറോസീൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? 2 സൈക്ലോപെന്റാഡൈനൈൽ റിങ് ഒരു അയൺ ആറ്റത്തിനെ സാൻഡ്വിച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇവർക്ക്. കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് സൈക്ലോപെന്റാഡൈൻ കാണാൻ പറ്റുമല്ലോ. 1 2 3 4 5 ഒരു സൈക്കിൾ മേളിലുണ്ട്, നടുക്ക് അയണ് നമ്മൾ സാൻഡ്വിച്ച് ചെയ്ത് നിർത്തിയേക്കുവാണ്. അതുകൂടാതെ താഴെ അതേ ഒരു 2 സൈക്ലോപെന്റാഡൈൻ ഉണ്ട്. കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ വെക്കുമ്പം ഇതൊരാള് നടുക്ക് നമ്മുടെ അയൺ ഉണ്ട്. പിന്നെ പക്ഷെ ഇവിടെ ആക്സിസ് നിങ്ങൾ പോയേക്കുന്നുണ്ടോ? സ്പേസിലാണ് പോയേക്കുന്നത്. മറ്റേ നമ്മുടെ അയണിലൂടെ തറച്ചു കയറി ബാക്കി 2 പേർക്കും സ്പേസിലാണ്. അവരിൽ ഒരു ആറ്റത്തിനെ ടച്ച് ചെയ്യുന്നില്ല. കണ്ടില്ലേ, ഇവർക്ക് ഒരാറ്റത്തിനെ ടച്ച് ചെയ്യുന്നില്ല. ഇവിടെ അതുപോലെ തന്നെ ഒരാറ്റത്തിനെ ടച്ച് ചെയ്യുന്നില്ല. നടുക്കൂടെ മാത്രമാണ് ഇവർ പോയേക്കുന്നത്.
ഇപ്പം ഇങ്ങനെയാണ് കാണിച്ചു തന്നാല് കണ്ടോ, ഇങ്ങനെ കാണിച്ചാലും നമുക്കൊന്നുകൂടെ ആ റൊട്ടേഷൻ ഇങ്ങനെ വെച്ച് കാണിക്കാം. കണ്ടില്ലേ? അതായത് ഇവിടെ ആറ്റംസ് മാറുന്നുണ്ട്, കണ്ടോ? ആറ്റംസ് മാറുന്നുണ്ട്, പക്ഷെ അവര് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് തന്നെയാണ് അവരുടെ ചേഞ്ച്. അതാണ് ഇവർക്കുള്ള C5 ആക്സിസ്. ഇതാ ഇങ്ങനെ വേറൊരു ഇതിൽ കാണിച്ചാല് കണ്ടോ, ഏത് ഇതിലെടുത്താലും അവർ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള റൊട്ടേഷൻ ആണ് അവർക്കുള്ളത്. ഇവർക്ക് അതുകൂടാതെ ഒരു C2 ആക്സിസ് പോസിബിൾ ആണ്, കണ്ടില്ലേ? കണ്ടോ? അതായത് രണ്ടും സൈക്ലോപെന്റഡൈൻ, രണ്ടും സെയിം ആളാണ്. അപ്പൊ ഈ നടുക്കൂടെ അയണിലൂടെ നടുക്കൂടെ ഞാൻ ഒരു ആക്സിസ് കൺസിഡർ ചെയ്താൽ ഇത് ഇങ്ങനെ 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 നോക്കാം നമുക്ക്. ഇത് ഇങ്ങനെ നോക്ക, ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ കണ്ടില്ലേ? അങ്ങനെ പല അയണിലൂടെ തന്നെയുള്ള 5 C2s ഇവർക്ക് പോസിബിൾ ആണ് അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു C5 എങ്കിലും ഇവർക്കുണ്ട്, ഒരു C2 എങ്കിലും ഇവർക്കുണ്ടെങ്കിൽ C5 ആയതുകൊണ്ട് ഇവർക്ക് 5 C2s പോസിബിൾ ആണ്. ഇപ്പൊ ഇതൊരു C2, അടുത്ത രണ്ടാമത്തെ C2, മൂന്ന്, 4, 5, അങ്ങനെ 5 C2സും ഇവർക്ക് പോസിബിൾ ആണ്. പക്ഷെ ഇവരുടെ ഓർഡർ C5 ആയിട്ട് എടുക്കാവുള്ളൂ. ഓക്കെ, ഇനി ഇത് നമ്മൾ നേരത്തെ ഞാൻ വിട്ടുപോയതായിരുന്നു. C2വിന് വാട്ടർ മാത്രമേ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞോളൂ. ഇത് ഡൈബോറൈൻ B2H6, ഡൈബോറൈൻ B2H6നൊരു കണ്ടോ, രണ്ട് ഇതിന്റെ സ്ട്രക്ചർ എന്താ, നമ്മൾ ബ്രിഡ്ജ് സ്ട്രക്ചർ എന്ന് പറയത്തില്ലേ, അത് 2 ഹൈഡ്രജൻ ബ്രിഡ്ജ് ചെയ്ത് നിൽക്കുന്നു. ഇതിനെ നമ്മൾ ബനാന ബോണ്ട് എന്നൊക്കെ നമ്മള് കുഞ്ഞു ക്ലാസ്സിൽ പ്ലസ് ടുവിലൊക്കെ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇവരുടെ സ്ട്രക്ചർ നോക്കിക്കേ. രണ്ട് ബോറോണ്, അതിന്റെ 2 ഹൈഡ്രജൻ ആണ് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്, 2 ഹൈഡ്രജൻ, ബാക്കി 4 ടെർമിനൽ ഹൈഡ്രജൻ. അങ്ങനെ ഇതിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആ നടുക്കത്തെ 2 ബ്രിഡ്ജഡ് ഹൈഡ്രജനിലൂടെ ഞാൻ C2 ആക്സിസ് കാണിക്കാം. കണ്ടോ, അതൊരു C2. വേറൊരു C2. ഇത് ഇങ്ങനെ നോക്കാം, ഇത് ഇങ്ങനെ നോക്കാം, ഇങ്ങനെ. അതായത് 2 ബോറോണിന്റെ നടുക്കൂടെയും അതുപോലെ ഇത് ഇങ്ങനെ വെച്ച് ഒന്നും കൂടെ കാണിക്കുന്നതായിരിക്കും എളുപ്പം. കണ്ടോ, റൊട്ടേറ്റ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇവര്. പിന്നെ ഒരെണ്ണം ഈ നടുക്ക് സ്പേസിലുള്ള ഒരെണ്ണം, വേറെ ആരെയും ടച്ച് ചെയ്യുന്നില്ല, കണ്ടില്ലേ? ആ 2 ബ്രിഡ്ജഡ് ഹൈഡ്രജന്റെ സ്പേസിലൂടെയാണ് ഇവര് റൊട്ടേറ്റ് ചെയ്യുന്നത്. കണ്ടോ, അതൊരു C2. അപ്പൊ ഇവർക്ക് C2 ആക്സിസ് ആണുള്ളത്, ഡൈബോറൈൻ B2H6. നമ്മള് C6ന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മള് ബെൻസീൻ അല്ലെ? ബെൻസീന്റെ തന്നെ സ്പേസിൽ നടുക്കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തേ. കണ്ടോ, 6 കാർബൺ ആറ്റവും അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർക്ക് C6 അതായത് മാത്രമല്ല ഉള്ളത്, വേറെ 6 C2സും പോസിബിൾ ആണ്. നോക്കാം, റൊട്ടേറ്റ് ചെയ്തു. ഇതിലൂടെ തന്നെ ഈ നടുക്കൂടെ തന്നെ ഒരു C2 പോസിബിൾ ആണ്. ഇതൊരു C6. ഈ നടുക്കൂടെ തന്നെ നമ്മൾ ഒരു C2 കൂടെ ഇവർക്ക് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ആ സെയിം ആക്സിസിൽ തന്നെ. ഓക്കെ, അടുത്തത് കണ്ടില്ലേ, ഇങ്ങനെ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു C2. അങ്ങനെ ഓരോ 2 കാർബണുകൾ തമ്മിൽ കണക്ട് ചെയ്തുള്ളത്. ഇതൊരു C2. ഇത് വേറെ 2 കാർബൺ. ഇതാ 2 ബോണ്ടിന്റെ ഇടയിലൂടെ ഉള്ളത്.
ഇതും അതുപോലെ 2 ബോണ്ടിന്റെ ഇടയിലൂടെ ഇതാ ഇങ്ങനെ. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടി കാണും എങ്ങനെയാണ് നമ്മള് പ്ലെയിൻ ഓഫ് സിമട്രിയെ ഒരു 3D റെപ്രസെന്റേഷനിൽ നമ്മൾ നോക്കുന്നതെന്ന്. ഇതുകൂടാതെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇതൊരു അലീൻ മോളിക്കൂൾ ആണ്. അലീൻ മോളിക്കൂളില് ഇത് നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ 4 ഹൈഡ്രജനും ഒരേ പ്ലെയിനിലാണോ കിടക്കുന്നത്? അല്ല, അല്ലെ? ഇതിപ്പം ദാ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2 എണ്ണം പ്ലെയിനിലും 2 എണ്ണം എബവ് ദ പ്ലെയിൻ, ഒരാൾ ബിലോ ദ പ്ലെയിൻ. ഇവർക്കൊരു ആ നടുക്കൂടെ ഒരു C2 ആക്സിസ് പോസിബിൾ ആണ്. ഇത് കൂടാതെ അവർക്ക് ഇങ്ങനെ ഒരു C2' നടുക്കത്തെ കാർബണിലൂടെ ഇതിലൂടെ ഒരു C2 പോസിബിൾ ആണ്. ഇതൊരു C2-ന് എക്സാമ്പിൾ ആണ് അലീൻ മോളിക്കൂള്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഡൈബോറൈൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ. പിന്നെ HF നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. H2O2ന്റെ കാര്യം, ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെ ഓപ്പൺ ബുക്ക് സ്ട്രക്ചറും ഉണ്ട്, അല്ലാതെ സിസ്, ട്രാൻസ്, അങ്ങനെ പല സ്ട്രക്ചറും ഉണ്ട്. ഇപ്പൊ ഓപ്പൺ ബുക്കിന്റേത് എന്തായിരുന്നു? ഒരു C2 ആക്സിസ് ആയിരുന്നു ഇവർക്ക്. C2 ആക്സിസ്. മീഥൈന് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പോ സൾഫറിന്റേത് C4 ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. S8 സൾഫർ. ഇതില് ഒരു C4 ആക്സിസ് നോക്കാം, 90 ഡിഗ്രി ആണേ. ഇവിടെ നോക്കിക്കേ, ശരിക്കും പറഞ്ഞാല് ഈ സൾഫറിന്റെ സ്ട്രക്ചറിൽ ഈ 4 എണ്ണം ഒരു പ്ലെയിനിലും 4 എണ്ണം കുറച്ച് ഉയർന്നു അല്ലേ? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഞാനിത് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഈ 4 എണ്ണം ഒരു പ്ലെയിനിലാണ്, 4 എണ്ണം കുറച്ച് റേസ് ചെയ്ത് നിൽക്കുവാണ് അല്ലെ? അപ്പൊ ഇവർക്ക് നമ്മൾ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഇമാജിൻ ചെയ്ത് വെച്ചാല് ഇവർക്ക് C4 അല്ല നമ്മൾ പറയുക. അപ്പൊ S8ന്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. 4 സൾഫർ ഒരു പ്ലെയിനിലും ബാക്കി 4 എണ്ണം ബാലൻസ് ആയിട്ടുള്ള 4 എണ്ണം എന്താണ്? കുറച്ച് റേസ് ചെയ്ത് നിൽക്കുവാണ്. അതുകൊണ്ടാണ് ഇവർക്ക് C4 നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഇവിടുത്തെ അതായത് മേളത്തെ 4 എണ്ണം കുറച്ച് റേസ് ചെയ്ത് ബാക്കി 4 എണ്ണം ഒരു പ്ലെയിനിലായിട്ട്. അപ്പൊ ഇവരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കേ. അപ്പൊ ഒരേ ടൈമില് 4 ആറ്റംസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി 4 എണ്ണം അപ്പൊ അവിടെ അതേപോലെ റിമൈൻ ചെയ്യുന്നു. അപ്പം 4 സെറ്റ് വെച്ചിട്ടാണ് ഇവര്, കണ്ടോ, 4 സെറ്റ് വെച്ചിട്ടാണ് ഇവരുടെ ആ ചേഞ്ച്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് ആക്സിസേ ഉള്ളൂ? C4 ആക്സിസേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഓർഡർ പറയാൻ ഒരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. എത്ര ആറ്റംസ് ആണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള ആ നമ്പർ വെച്ചിട്ട് നമുക്ക് പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്ന ആറ്റത്തിന്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് പറയാമല്ലോ ഏത് ഓർഡർ എന്ന്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എസിന്റെ അകത്ത് മേളിൽ കിടക്കുന്ന അപ്പർ പോർഷനിൽ കിടക്കുന്നതും ലോവർ പോർഷനിൽ കിടക്കുന്നതും രണ്ടും 4. അപ്പൊ 4 എണ്ണമല്ലേ ഒരു റൊട്ടേഷനിൽ ചേഞ്ച് ചെയ്യുന്നത് പൊസിഷൻ. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ C4 ആക്സിസ് എന്ന് പറയാം. ഇവർക്ക് ഇത് കൂടാതെ ഒരു C2 ആക്സിസ് ഉണ്ട്. അപ്പൊ ഒന്നായിരിക്കുമല്ലോ. അപ്പൊ ഒരു C2 എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം ഉണ്ടായിരിക്കും? ബാക്കി റിമൈൻ 4 എണ്ണം. 2, 3, 4. ഓക്കെ, നമ്മളിതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഈ S8ന്റേത് സ്ട്രക്ചർ നിങ്ങൾ അറിയണം. ഇത് ഏത് സ്ട്രക്ചർ ആണ്? 4, 8 ഒരേ പ്ലെയിനിലല്ല കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞതൊന്ന് ലാസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ ക്ലാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് സിമെട്രി എന്താണെന്ന് പറഞ്ഞു. പിന്നെ സിമെട്രി ഓപ്പറേഷൻസ് തന്നെ നമ്മൾ റൊട്ടേഷൻ, റിഫ്ലക്ഷൻ, ഇൻവേർഷൻ, അങ്ങനെ 3 ഓപ്പറേഷൻസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ സിമെട്രി എലമെന്റ്സ് എന്തൊക്കെയായിരുന്നു? ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്, സെന്റർ ഓഫ് ഇൻവേർഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ സെന്റർ ഉണ്ട്, പ്ലെയിൻ ഓഫ് സിമെട്രി.
എബൌട്ട് ഒരു ലൈനിലാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ അതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. എബൌട്ട് എ പോയിന്റിലാണെങ്കിൽ ഇൻവേർഷൻ സെന്റർ എന്ന് പറയും. എബൌട്ട് എ പ്ലെയിൻ ആണെങ്കിൽ അതിനെ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഇക്വലന്റ്, എന്താണ് ഐഡന്റിക്കൽ കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞു. ഇക്വലന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് അവിടെ. ഓക്കെ, നമ്മളവിടെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അതിന് നമ്മൾ ഇക്വലന്റ് എന്ന് പറയും. ഐഡന്റിക്കൽ ആണെങ്കിൽ പൊസിഷൻസും ചേഞ്ച് ചെയ്യുന്നില്ല, ആറ്റംസും ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് ഐഡന്റിക്കൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സെന്റർ ഓഫ് സിമെട്രിയെ കുറിച്ചായിരുന്നു. ആക്സിസ് ഓഫ് റൊട്ടേഷനെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫുൾ കണ്ടത്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ CN എന്നാണ് പറയുന്നത്. N എന്ന് പറയുന്നത് ആ ആക്സിസിന്റെ ഓർഡർ ആണ്. അത് 2, 3, 4, 5, 6 അപ് ടു 6 വരെ നമ്മൾ പഠിച്ചു. അതിന്റെ എക്സാമ്പിൾസും നമ്മൾ നോക്കി. ഈ N കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പഠിച്ചു. 360/θ. തീറ്റ എന്ന് വെച്ചാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ആംഗിൾ. ഓക്കെ, പിന്നെ നമ്മൾ C1 എന്ന് പറയുന്നത് എന്തായിരുന്നു? 360/360, അതായത് 1 ആണ്. അപ്പൊ 1 ആകുമ്പോഴത്തേനും അതിനെ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ആ മോളിക്കൂൾ തന്നെ കിട്ടും. അപ്പൊ അതൊരു ഐഡന്റിറ്റി എലമെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ C2 കണ്ടു. C2ന് എത്ര നമ്പർ ഓഫ് ഓപ്പറേഷൻസ് പോസിബിൾ ആണ്? N-1. C2ന് എന്നല്ല, ഏതൊരു N ഓർഡർ ഉള്ള ആക്സിസിനും CN ഓർഡർ ഉള്ളവർക്കും N-1 ഓപ്പറേഷൻസ് ആണ് പോസിബിൾ ആവുക. അതായത് ആ ലാസ്റ്റത്തെ നമ്മൾ കൺസിഡർ ചെയ്യല. അതായത് C4 4, C5 5, C6 6 അത് കൺസിഡർ ചെയ്യല. കാരണം അത് എന്ത് തന്നെയായിരിക്കും? അത് ഐഡന്റിറ്റി തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് വാട്ടർ, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. അതിനുശേഷം നമ്മൾ C3 ആക്സിസിലോട്ട് പോയി. C3യില് അമോണിയ ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. പിന്നെ C3യിൽ തന്നെ നമ്മൾ BF3യുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. BF3ക്ക് C3 കൂടാതെ C2 ആക്സിസുകളും പോസിബിൾ ആണ്. ഓക്കെ, അങ്ങനെ ഇപ്പം ഞാനൊരു CN ആക്സിസില് N ഓർഡർ ആയിട്ടുള്ള ഒരു ആക്സിസില് അറ്റ്ലീസ്റ്റ് ഒരു C2 എങ്കിലും എനിക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് N നമ്പർ ഓഫ് C2s പോസിബിൾ ആയിരിക്കും. അത് നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് കണ്ടൊക്കെ പിടിക്കുമ്പോഴത്തേനും അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു C2 എങ്കിലും ഒബ്സർവ് ചെയ്യാൻ ഒരു മോളിക്കുളിൽ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് N നമ്പർ ഓഫ് C2s പോസിബിൾ ആയിരിക്കും. എക്സാമ്പിൾ ആണ് നമ്മൾ BF3 പറഞ്ഞത്. BF3യുടെ കേസിൽ BF3ക്ക് ഒരു C3 ആക്സിസ് ആണ് ഉള്ളത്. അതിന്റെ കൂടെ നമ്മൾ ഒരു C2 ഒബ്സർവ് ചെയ്തപ്പം 3 C2s നമുക്ക് അവിടെ കിട്ടി. ഇനി ഇതിൽ ആ ഹയസ്റ്റ് ഓർഡർ ആയിട്ടുള്ളവരെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്നും പറഞ്ഞു. ബാക്കി ലോവസ്റ്റ് ഓർഡർ ആയിട്ടുള്ള C2നെ നമ്മൾ സബ്സിഡിയറി ആക്സിസ് എന്നും പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ? അത് BF3, അമോണിയ, അതൊക്കെ C3ക്ക് എക്സാമ്പിൾ ആണ്. നമ്മൾ C4 എടുത്തു. C4 എടുത്തപ്പോ സ്ക്വയർ പ്ലാനാർ ആയിട്ടുള്ള മോസ്റ്റ് മോളിക്യൂൾസും എന്തായിരിക്കും? C4 ആയിരിക്കും. നമ്മൾ പ്ലാറ്റിനം ടെട്രാക്ലോറൈഡ് അതെടുത്തതും പിന്നെ XeCl4, എക്സിനോൺ ടെട്രാക്ലോറൈഡ്, അത് രണ്ടും സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ആയിരുന്നു. അപ്പൊ അവർക്ക് ഏത് ആക്സിസ് ആണ് ഉള്ളത്? C4 ഉണ്ട്. പിന്നെ C4 സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? C2ന് ഇക്വലന്റ് ആണ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ C5ല് കണ്ടത് എക്സാമ്പിൾ ഫെറോസിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പോയത് C6ലോട്ടാണ്. C6ല് ബെൻസീൻ ആണ്. ഈ ബെൻസീനിൽ തന്നെ C6 സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരുന്നു? C3ക്ക് 120 ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിരുന്നു. ഇനി C6 ക്യൂബ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? 180 C2ന് ഈക്വലന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അവർക്കും 5 ഓപ്പറേഷൻസ് പോസിബിൾ ആയിരുന്നു. പിന്നെ ഇത് കൂടാതെ ബെൻസീൻ നമ്മൾ C6 ആയിരുന്നു. അപ്പൊ അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C6 ആണ്. പക്ഷെ അത് കൂടാതെ അവർക്ക് നമ്മൾ എന്തോ ഒബ്സർവ് ചെയ്തു? 6 നമ്പർ ഓഫ് C2സും ഒബ്സർവ് ചെയ്തു. അപ്പൊ അത് ഓർത്തു വെക്കുക, N നമ്പർ ഓഫ് C2s പോസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം പ്ലെയിൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്ലെയിൻ ഓഫ് സിമെട്രി നോക്കാനുണ്ട്. പിന്നെ സെന്റർ ഓഫ് ഇൻവേർഷൻ ഉണ്ട്. പിന്നെ ഇംപ്രോപ്പർ ആക്സിസ്. അപ്പം മെയിൻ ആയിട്ടും 4 സിമെട്രി എലമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആക്സിസ് ഓഫ് സിമെട്രി അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, സെന്റർ ഓഫ് സിമെട്രി ഓർ ഇൻവേർഷൻ സെന്റർ, ലാസ്റ്റത്തെ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കുറെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, എങ്കിലേ ഇത് നമുക്ക്
കുറച്ച് തറോ ആവുകയുള്ളൂ. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെയാണ് ഇത് നമുക്കിത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.